നമസ്കാരം, ന്യൂസ് ടൈമിലേക്ക് സ്വാഗതം. ഞാൻ ബിനീഷ്. പ്രധാന വാർത്തകൾ. ശ്രീകണ്ഠാപുരം ടൗണിലെ മാലിന്യ പ്രശ്നത്തിന് പരിഹാരമായി കോട്ടൂർ വയലിലെ മാലിന്യ സംസ്കരണ പ്ലാന്റിന്റെ പ്രവർത്തനം ഉടൻ ആരംഭിക്കാൻ പഞ്ചായത്ത് സർവകക്ഷി യോഗത്തിൽ തീരുമാനം. SNC ലാവ്ലിൻ കേസിൽ വരദാചാര്യയുടെ പരാമർശം CBI തെറ്റിദ്ധരിപ്പിച്ചുവെന്ന് P. ജയരാജൻ MLA. വിദ്യാഭ്യാസ വായ്പ നിഷേധിച്ചതായി ആരോപണം. DYFI പ്രവർത്തകർ ബ്ലാത്തൂർ SBT ശാഖാ മാനേജരെ ഉപരോധിച്ചു. പേരാവൂർ ടൗണിൽ അനധികൃതമായി നിർമ്മിച്ച പെട്ടിക്കട പഞ്ചായത്ത് കോടതി വിധിയുടെ സഹായത്തോടെ പൊളിച്ചു നീക്കി. വാർത്തകൾ വിശദമായി. ശ്രീകണ്ഠാപുരം ടൗണിലെ മാലിന്യ പ്രശ്നത്തിന് പരിഹാരമായി പഞ്ചായത്ത് വിളിച്ചു ചേർത്ത സർവകക്ഷി യോഗത്തിൽ കോട്ടൂർ വയലിലുള്ള മാലിന്യ സംസ്കരണ പ്ലാന്റിന്റെ പ്രവർത്തനം ഉടൻ ആരംഭിക്കാൻ തീരുമാനിച്ചതോടെയാണ് ഏറെ വിവാദം ഉണ്ടാക്കിയ മാലിന്യ പ്രശ്നത്തിന് പരിഹാരമായത്. ശ്രീകണ്ഠാപുരം ഗ്രാമപഞ്ചായത്ത് കോൺഫറൻസ് ഹാളിൽ വെച്ച് നടന്ന സർവകക്ഷി യോഗത്തിലാണ് കോട്ടൂർ വയലിലുള്ള മാലിന്യ സംസ്കരണ പ്ലാന്റ് തുറന്ന് പ്രവർത്തിക്കാൻ തീരുമാനമായത്. മാസങ്ങളോളമായി ശ്രീകണ്ഠാപുരം ഗ്രാമപഞ്ചായത്ത് ടൗണിൽ നിന്ന് ശേഖരിക്കുന്ന മാലിന്യങ്ങൾ കോട്ടൂർ പുഴയോരത്താണ് നിക്ഷേപിക്കുന്നത്. ഇത് വൻ വിവാദങ്ങൾക്കിടയാക്കിയിരുന്നു. DYFI പോലുള്ള സംഘടനകൾ ഇതിനെതിരെ രംഗത്ത് വന്നിരുന്നു. മാധ്യമങ്ങളിലും നിരവധി തവണ വാർത്തകൾ ഇടം നേടി. ഇതിന്റെ അടിസ്ഥാനത്തിലാണ് പഞ്ചായത്ത് അധികൃതർ വിവിധ രാഷ്ട്രീയ പാർട്ടികളുടെ സർവകക്ഷി യോഗം വിളിച്ചത്. കോട്ടൂർ വയലിൽ മാലിന്യ സംസ്കരണ പ്ലാന്റിന് വേണ്ടി നിർമ്മിച്ച കെട്ടിടത്തിൽ മാലിന്യം സംസ്കരിക്കാൻ പാടില്ലെന്ന് കാണിച്ച് നാട്ടുകാർ ആക്ഷൻ കമ്മിറ്റി രൂപീകരിച്ച് കോടതിയെ സമീപിച്ചിരുന്നു. ഇതിന്റെ അടിസ്ഥാനത്തിൽ ആക്ഷൻ കമ്മിറ്റി ഭാരവാഹികളെ സർവകക്ഷി യോഗത്തിന് വിളിച്ചിരുന്നു. ഇവിടെ പ്ലാസ്റ്റിക് മാലിന്യങ്ങൾ സംസ്കരിക്കില്ലെന്നും ജൈവ മാലിന്യങ്ങൾ അവിടെ സംസ്കരിച്ച് സൗജന്യമായി ജൈവവളം കർഷകർക്ക് നൽകുമെന്നും പ്ലാന്റ് പ്രവർത്തനക്ഷമമായാൽ ജൈവ മാലിന്യങ്ങൾ സംസ്കരിക്കുമ്പോൾ ആ പ്രദേശത്തുള്ളവർക്ക് യാതൊരുവിധ ദോഷവും ഉണ്ടാകില്ലെന്നും പഞ്ചായത്ത് ഉറപ്പ് നൽകി. ജൈവവള ഉൽപാദനത്തിന്റെ ഭാഗമായി ജൈവ മാലിന്യങ്ങൾ കമ്പോസ്റ്റ് ചെയ്യുന്നത് സംബന്ധിച്ചും പ്രസിഡന്റ് യോഗത്തിന് മുമ്പാകെ വിശദീകരിക്കുകയും അതിന്റെ നാനാ വശങ്ങൾ ബന്ധപ്പെട്ടവരെല്ലാം ചർച്ച ചെയ്യുകയും ആ പ്രദേശത്തെ ജനങ്ങൾക്ക് ദോഷകരമാകാതെ അവരുടെ ആശങ്കയും മറ്റും ദൂരീകരിച്ചുകൊണ്ട് അടിയന്തരമായി അവിടെ പ്ലാന്റ് പ്രവർത്തനക്ഷമമാക്കാൻ വേണ്ട നടപടി സ്വീകരിക്കാനും തീരുമാനമായി. ഇതിനെ തുടർന്നാണ് പ്ലാസ്റ്റിക് മാലിന്യങ്ങൾ ഒഴികെയുള്ള ജൈവ മാലിന്യങ്ങൾ പ്ലാന്റിൽ സംസ്കരിക്കുവാൻ തീരുമാനമായത്. ഈ പ്ലാന്റിന്റെ പ്രവർത്തനം നിരീക്ഷിക്കുവാൻ എല്ലാ രാഷ്ട്രീയ പാർട്ടികളുടെ പ്രതിനിധികളും ആക്ഷൻ കമ്മിറ്റി അംഗങ്ങളും ഉദ്യോഗസ്ഥരും പരിസ്ഥിതി പ്രവർത്തകരും അടങ്ങുന്ന ഒരു കമ്മിറ്റി രൂപീകരിച്ചിട്ടുണ്ട്. പ്ലാസ്റ്റിക് മാലിന്യങ്ങൾ വ്യാപാര സ്ഥാപനങ്ങളിൽ നിന്ന് തന്നെ തരംതിരിച്ച് മറ്റൊരു രീതിയിൽ സംസ്കരിക്കുവാനും പഞ്ചായത്ത് തീരുമാനിച്ചിട്ടുണ്ട്. SNC ലാവ്ലിൻ കേസിൽ വരദാചാര്യയുടെ പരാമർശം CBI തെറ്റിദ്ധരിപ്പിച്ചുവെന്ന് P. ജയരാജൻ MLA പറഞ്ഞു. തോലമ്പ്ര സർവീസ് സഹകരണ ബാങ്കിന്റെ നവീകരിച്ച കെട്ടിടം തൃക്കടാരിപ്പൊയിലിൽ ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. ആ കേസുമായി ബന്ധപ്പെട്ടുകൊണ്ട് പത്രങ്ങളിൽ വന്ന ഒരു വാർത്ത എന്താണ്? കേരളത്തിലെ ഫിനാൻസ് വകുപ്പിന്റെ സെക്രട്ടറിയായി പ്രവർത്തിച്ചിരുന്ന വരദാചാര്യയുടെ തല പരിശോധിക്കാൻ സഹകരണ വകുപ്പ് മന്ത്രിയായിരിക്കെ വിദ്യുച്ഛക്തി വകുപ്പ് കൂടി കൈകാര്യം ചെയ്യുന്ന മന്ത്രിയായിരിക്കെ പിണറായി വിജയൻ ഫയൽ എഴുതി എന്നതാണ്. അങ്ങനെ വരദാചാര്യയെ കുറിച്ച് ഇങ്ങനെയൊരു അഭിപ്രായം മന്ത്രിയായിരുന്ന പിണറായി എഴുതിയത് അത് ഈ പള്ളിവാസൽ ചെങ്കുളം പന്നിയാർ ജലവൈദ്യുത പദ്ധതിയുടെ നവീകരണത്തിന് വേണ്ടി കരാറുണ്ടാക്കാൻ പിണറായിയും കരാറുണ്ടാക്കാൻ ഗവൺമെന്റും ആ കരാറിന്റെ ദോഷവശങ്ങൾ ചൂണ്ടിക്കാണിക്കാൻ ധനകാര്യ വകുപ്പ് സെക്രട്ടറിയും തമ്മിലുള്ള കത്തടപാടിലാണ്, അല്ലെങ്കിൽ പരസ്പരമുള്ള അതിന്റെ വിവരം നൽകുന്നതിന് വേണ്ടിയുള്ള പരിശ്രമത്തിനിടയിലാണ് ഇങ്ങനെയൊരു അഭിപ്രായം പിണറായി എഴുതിയത് എന്നതാണ് CBI തന്നെ കോടതിയിൽ കൊടുത്തിട്ടുള്ള കുറ്റപത്രത്തിൽ പറയുന്നത്. പല പത്രങ്ങളിലും വന്നിട്ടുള്ളത്. പ്രിൻസിപ്പൽ സെക്രട്ടറി ആയിരുന്നു അന്നത്തെ വരദാചാരി. ആ വരദാചാരി ഒരു ഫയലിൽ തന്റെ അഭിപ്രായം എഴുതി വെച്ചു. എന്താ യഥാർത്ഥത്തിൽ വരദാചാരി എഴുതിയത്? വരദാചാരി എഴുതിയത് ഈ പഞ്ചായത്തിന്റെ പണം, ആ തദ്ദേശ ഭരണ സ്ഥാപനങ്ങളുടെ പണം അത് ഇന്ന് നിക്ഷേപിക്കുന്നത്
ഷെഡ്യൂൾഡ് ബാങ്കുകളിലാണ്. ആ ഷെഡ്യൂൾഡ് ബാങ്കുകളിൽ നിക്ഷേപിക്കുന്ന പഞ്ചായത്തിന്റെ പണം അത് സഹകരണ സ്ഥാപനങ്ങളിൽ, സഹകരണ ബാങ്കുകളിൽ നിക്ഷേപിക്കണം എന്നാണ് സഖാവ് പിണറായി ആവശ്യപ്പെട്ടത്. സഹകരണ ബാങ്കിൽ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളുടെ പണം നിക്ഷേപിക്കാൻ മുൻ സഹകരണ വൈദ്യുത വകുപ്പ് മന്ത്രിയായ പിണറായി വിജയൻ നിർദ്ദേശിച്ചപ്പോൾ സഹകരണ ബാങ്കിലെ പണനിക്ഷേപത്തിന് വിശ്വാസ്യത പോരാ എന്ന് മുൻ ധനകാര്യ വകുപ്പ് പ്രിൻസിപ്പൽ സെക്രട്ടറി വരദാചാരി ഗവൺമെന്റിനെ അറിയിച്ചു. വരദാചാരിയുടെ ഇതുമായി ബന്ധപ്പെട്ട കത്തിടപാടാണ് CBI തെറ്റിദ്ധരിച്ചത്. ICICI, HDFC പോലുള്ള ന്യൂ ജനറേഷൻ ബാങ്കുകൾ SBIയുടെ നിർദ്ദേശമുണ്ടായിട്ടും കാർഷിക വായ്പ കൊടുക്കാൻ തയ്യാറാകുന്നില്ല. സഹകരണ മേഖലയിൽ 5000 കോടി രൂപ നിക്ഷേപമുള്ള കേരളം രാജ്യത്തിന് മാതൃകയാണെന്നും അദ്ദേഹം പറഞ്ഞു. തോലമ്പ്ര UP സ്കൂളിന്റെ അടുത്തുള്ള ബാങ്ക് കെട്ടിടം തൃക്കടാരിപ്പോയിലുള്ള വാടക കെട്ടിടത്തിലേക്ക് മാറ്റുന്ന ചടങ്ങിൽ മാലൂർ പഞ്ചായത്ത് പ്രസിഡന്റ് KP വിജയൻ അധ്യക്ഷത വഹിച്ചു. കോടോത്തു നാരായണൻ, O ദാമു, NR സക്കീന, കോട്ടായി ഗോപാലൻ, K പത്മനാഭൻ, T നാരായണൻ എന്നിവർ സംസാരിച്ചു. വിദ്യാഭ്യാസ വായ്പ നിഷേധിച്ചുവെന്നാരോപിച്ച് ഡിവൈഎഫ്ഐ പ്രവർത്തകർ ബ്ലാത്തൂർ SBT ശാഖാ മാനേജരെ ഉപരോധിച്ചു. വായ്പ ലഭ്യമാക്കാമെന്ന് മാനേജർ ഉറപ്പു നൽകിയതിനെ തുടർന്നാണ് 2 മണിക്കൂറോളം നീണ്ട ഉപരോധം അവസാനിപ്പിച്ചത്. ബ്ലാത്തൂരിലെ MM ജോർജിന്റെ മകൾക്ക് വിദ്യാഭ്യാസ വായ്പ നിഷേധിച്ചുവെന്നാരോപിച്ചാണ് രാവിലെ 10:30 പ്രകടനമായെത്തിയ 50ഓളം ഡിവൈഎഫ്ഐ പ്രവർത്തകർ ബാങ്ക് മാനേജരെ ഉപരോധിച്ചത്. മാനേജരും പ്രവർത്തകരും തമ്മിൽ ഏറെ നേരം വാഗ്വാദമുണ്ടായി. വായ്പ അനുവദിക്കാമെന്ന് ഉറപ്പ് ലഭിച്ചതിനെ തുടർന്നാണ് 2 മണിക്കൂറോളം നീണ്ട ഉപരോധം അവസാനിപ്പിച്ചത്. ഡിവൈഎഫ്ഐ ശ്രീകണ്ഠാപുരം ബ്ലോക്ക് സെക്രട്ടറി M അനിൽകുമാർ, K പ്രദീപൻ, ഷിജു, KP പ്രിയേഷ്, M ഉണ്ണികൃഷ്ണൻ എന്നിവർ ഉപരോധത്തിന് നേതൃത്വം നൽകി. ഇരിക്കൂർ പോലീസ് സ്ഥലത്തെത്തിയിരുന്നു. പേരാവൂർ ടൗണിൽ വർഷങ്ങളായി പഞ്ചായത്തിന്റെ അനുമതിയില്ലാതെ അനധികൃതമായി പ്രവർത്തിച്ചിരുന്ന പെട്ടിക്കട കോടതി വിധിയെ തുടർന്ന് പഞ്ചായത്ത് അധികൃതർ പൊളിച്ചു നീക്കി. തൃക്കടാരിപ്പൊയിൽ സ്വദേശി മാരിയാടൻ അബ്ദുൾ റസാഖിന്റെ ഉടമസ്ഥതയിലുള്ള കടയാണ് തലശ്ശേരി അഡീഷണൽ ജില്ലാ മജിസ്ട്രേറ്റിന്റെ ഉത്തരവിനെ തുടർന്ന് പഞ്ചായത്ത് അധികൃതർ പൊളിച്ചു നീക്കിയത്. 3.5 വർഷം മുമ്പ് കട പൊളിക്കാൻ കോടതി ഉത്തരവിട്ടിരുന്നെങ്കിലും റസാഖ് ജില്ലാ കോടതിയിൽ അപ്പീൽ നൽകിയിരുന്നു. തുടർന്ന് ജില്ലാ കോടതി അപ്പീൽ തള്ളിക്കൊണ്ട് ഉത്തരവിടുകയായിരുന്നു. ഇതു സംബന്ധിച്ച് പഞ്ചായത്ത് അധികൃതർ 18-ന് കടയുടമയ്ക്ക് നോട്ടീസ് അയക്കുകയും 22-ന് കടയുടമ കൈപ്പറ്റുകയും ചെയ്തു. എന്നാൽ കട പൊളിച്ചു നീക്കാൻ കടയുടമ തയ്യാറാകാത്തതിനെ തുടർന്നാണ് പഞ്ചായത്ത് അധികൃതർ കട പൊളിച്ചു നീക്കിയത്. ഇതിന്റെ ചിലവ് കടയുടമയിൽ നിന്ന് ഈടാക്കാനാണ് അധികൃതരുടെ തീരുമാനം. പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് PJ ആന്റണി, സെക്രട്ടറി M ഭാസ്കരൻ, പോലീസ് ഹെഡ് കോൺസ്റ്റബിൾ KM ജോൺ എന്നിവർ നേതൃത്വം നൽകി. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. ശ്രീകണ്ഠാപുരം ടൗണിലെ മാലിന്യ പ്രശ്നത്തിന് പരിഹാരമായി കോട്ടൂർ വയലിലെ മാലിന്യ സംസ്കരണ പ്ലാന്റിന്റെ പ്രവർത്തനം ഉടൻ ആരംഭിക്കാൻ പഞ്ചായത്ത് സർവകക്ഷി യോഗത്തിൽ തീരുമാനം. SNC ലാവ്ലിൻ കേസിൽ വരദാചാരിയുടെ പരാമർശം CBI തെറ്റിദ്ധരിപ്പിച്ചുവെന്ന് P ജയരാജൻ MLA. വിദ്യാഭ്യാസ വായ്പ നിഷേധിച്ചതായി ആരോപണം. ഡിവൈഎഫ്ഐ പ്രവർത്തകർ ബ്ലാത്തൂർ SBT ശാഖാ മാനേജരെ ഉപരോധിച്ചു. പേരാവൂർ ടൗണിൽ അനധികൃതമായി നിർമ്മിച്ച പെട്ടിക്കട പഞ്ചായത്ത് കോടതി വിധിയുടെ സഹായത്തോടെ പൊളിച്ചു നീക്കി. വാർത്തകൾ കഴിഞ്ഞു. നമസ്കാരം.